ഫുഡ് ഇതാണ്ട് അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി ബാക്കിയുള്ളതൊക്കെ ഞാൻ മസാലയൊക്കെ പുരട്ടിയൊക്കെ വെച്ച് പിന്നെ അപ്പത്തിനൊക്കെ അരിയൊക്കെ വെള്ളത്തിലിടുമായിരുന്നു. അതൊക്കെ രാവിലെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ അതൊക്കെ അരച്ച് വെച്ച് ഒരു വൈകിട്ടായപ്പോൾ തന്നെ അതൊക്കെ ശരിക്കും നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നായിരുന്നു കേട്ടോ. ഇപ്പം പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ നിന്ന് ഞാൻ ഉണ്ടാക്കിയ അത്ര വലിയ ഇവർക്കിടെ ഇഷ്ടത്തിന് പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനങ്ങ് മാറിക്കൊടുത്ത് ഇവരിനി അപ്പത്തിനൊക്കെ ആകുമ്പോൾ ഇവർക്കിടെ ഇഷ്ടത്തിന് ഉണ്ടാക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ചോറിനൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടോ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കിയാലും കുറച്ച് എരിവൊക്കെ കൂടി പോകും. അതുകൊണ്ടൊന്നും ഇവർ പിള്ളേർ വന്നിട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ പപ്പമൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും രാവിലെയൊക്കെ ഇടണതല്ലേ. അപ്പം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ ഒരാൾക്ക് മുട്ട ഓംലേറ്റ് വേണമെന്ന് തൊട്ട് അത് കറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉണ്ടാക്കണ പോലെ. പക്ഷെ അത് മറിച്ചപ്പോഴത്തേക്കും പാളിപ്പോയിട്ടാണ് മൊത്തം പൊടിഞ്ഞ് നുറുങ്ങിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കത് ഗോതമ്പ് ദോശ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കഴിക്കണമെന്നും. ലാസ്റ്റ് ഞാൻ ഒരാളുടെ പ്ലേറ്റ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ എടുക്കാൻ.